ഉണ്ടാക്കിയ വസ്വാസ് തീർക്കാൻ കുഞ്ഞീദ് മദനി പഠിപ്പിച്ചു കൊടുത്തു, KNM പഠിപ്പിച്ചു കൊടുത്തു, KJ പഠിപ്പിച്ചു കൊടുത്തു, ആ കാലഘട്ടത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ മനുഷ്യ കഴിവിനതീതമായ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അത് കേവലം അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ആ സമയത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅ കുഞ്ഞീദ് മദനി തന്നെയാണ് എഴുതിയത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 104 പേജിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയിലൂടെ അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കാണ്. കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു. ഞാനിത് പറയുമ്പോ, ഈ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഈ വിവരണം പറയുമ്പോ ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിധി എങ്ങനെ വരും എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ജിന്നുകളോട് ഒരാൾ സഹായം തേടുന്നത് ശിർക്കാണോ അല്ലേ എന്ന് ഈ വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതാ ഞാൻ വായിക്കാണ്. കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നു. ഏത് രക്ഷാമാർഗ? അടിവരട്ടോ, ഏത് രക്ഷാമാർഗ? കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ അടഞ്ഞു പോകുന്നു. തന്റെ സർവ്വ കഴിവുകളും തന്ത്രങ്ങളും തളർന്നു പോകുന്നു. മരണം തന്നെ മാടി വിളിക്കുന്നതായി അവന് തോന്നുന്നു. ഇനി തനിക്ക് വല്ല രക്ഷയും ലഭിക്കണമെങ്കിൽ അത് മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് എന്ന് അവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു. കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കും. അവൻ കണ്ടു. അതിനോട് ചോദിക്കുക, ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. നമ്മള് സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. നമ്മള് സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. നമ്മള് സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. നമ്മള് സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത് അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത് അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നാന്ന് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്ന് ഈ സമയത്ത്